Day one of activities, water activities. Yes, guys, we are going to start our water activities. Okay, എന്തിനാ പോണേ? We are going to do Snorkeling and and kayaking. മുടി ഓയിൽ തെളിയും. അപ്പുറത്തെന്താ? എന്താ? Fish. സാമ്പാർ. വെജ് നോൺ വെജ് ഉള്ള സാമ്പാറാണ്. ഇത് തന്നെ ഫിഷൊക്കെ ഉണ്ട് സാമ്പാർ. സാമ്പാറിൽ ഫിഷ് ഇതൊരു ആണ് ഞങ്ങളുടെ വാഹനം ഇന്നത്തേക്ക്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ വീട് ഫോർ 4 days. ഹലോ ഗൈസ്, ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. എന്തിനാ വന്നത് നമ്മള്? ഞങ്ങളിപ്പോൾ സ്ക്യൂബ ഡൈവിംഗ് അല്ല, സ്നോർക്കലിംഗ് അല്ല, കയാക്കിങ്ങിന് വന്നിട്ടുണ്ട്. ഇത് രസറിയോ? അപ്പോൾ അവിടെ വേറെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ചെയ്യും. അപ്പോൾ നമ്മൾ അതുവരെ വെറുതെ സീ കാണാൻ വന്നിരിക്കുന്നു. എന്ത് ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ആണെന്നറിയോ ഇവിടെ. എന്താണ് രസം. ഞാൻ ഇനി ഇങ്ങോട്ട് വരും. കഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ കൊച്ചിയിലും അരീക്കോടും പിന്നെ വേറെ അല്ലറ ചില്ലറ സ്ഥലത്തൊക്കെ ഈ കയാക്കിങ്ങിൻ്റെ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ വിചാരിക്കും അവിടെ പോയി ചെയ്താലോ എന്ന്. പക്ഷെ അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് അവിടെ പോയി ചെയ്യുമ്പോൾ വെറുത്താവോ എന്നുള്ളൊരു ഇതിലുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ലക്ഷദ്വീപിൻ്റെ ഈ പാക്കേജിൽ കയാക്കിങ് കൂടി ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത്. പിന്നെ ജൂന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സോ ഞാൻ അത് കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ സെക്ഷനായി. ഞങ്ങളത് ഇറങ്ങാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു ഫോൺ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ അവർ പറഞ്ഞു സ്വന്തം റിസ്കിൽ ഫോൺ എടുക്കേണ്ടി വരും. കാരണം തിരമാല വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഫോണിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്, വെള്ളം അടിക്കുന്നതുകൊണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്വന്തം റിസ്കിൽ വേണം ഫോൺ എടുക്കാൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. ഇനിയിപ്പോൾ അഥവാ വെള്ളം എന്തെങ്കിലും കയറി ഫോണ് കിടന്നാലോ എന്ന് കരുതിയിട്ട് ഫോൺ എടുത്തില്ല. അപ്പം പിന്നെ ഇവർ ഒരു വീഡിയോ എടുത്ത് തന്നു. അതാണ് ഈ വീഡിയോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്തോ ചെയ്ത കൂട്ടിയ മാതിരിയൊക്കെ ആയി. We are done with our kayaking. കയാക്കിങ് ചെയ്ത സ്ഥലത്ത് തന്നെ ആയിരുന്നു സ്നോർക്കലിങ്ങിൻ്റെ സെക്ഷനും. സോ കയാക്കിങ്ങിന് ശേഷം ഞാൻ കുറച്ച് ടൈം ബ്രേക്ക് കിട്ടി. അപ്പോൾ ആ ടൈമിൽ നമ്മളിങ്ങനെ വെറുതെ ബീച്ചിൻ്റെ അവിടെ പോയി ഇരുന്നു. പിന്നെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കുറേ നല്ല വ്യത്യസ്തരമായിട്ടുള്ള ശംഖുകളും പിന്നെ പവിഴപ്പൂറ്റിൻ്റെ ഡെഡായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടി. ചെറിയ ചെറിയ സൈസുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ വലിയ സൈസുള്ളതിനെ നമുക്ക് നാട്ടിൽ കൊണ്ടുവരാൻ കഴിയൂല. നല്ല രസമുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വലുതൊക്കെ. പക്ഷേ നമ്മളത് അവിടെ തന്നെ വെച്ച് പോന്നു. പിന്നെ നമ്മളപ്പം വേറെ ടീമും ഉണ്ടായിരുന്നു സ്നോർക്കലിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കടൽ തീരത്ത് കൂടി നടന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സെക്ഷൻ ആയപ്പോൾ അവർ നമ്മളെ വിളിച്ചു. സ്നോർക്കലിങ്ങിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. റെഡി ഫോർ അവർ നെക്സ്റ്റ് സെക്ഷൻ. ഞങ്ങൾ സ്നോർക്കലിംഗ് ചെയ്യാൻ പോവുകയാണ്. ഈ സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ ഒരു സഹോദരിയായിട്ട് വരും സ്നോർക്കലിങ്. സ്ക്യൂബ ഡൈവിങ് ഉൾക്കടലിൽ പോയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സ്നോർക്കലിങ് സർഫസിൽ നിന്നിട്ട് തന്നെ നമ്മൾ കടലിൻ്റെ അടി കാണുന്നതാണ്. അത്യാവശ്യം നല്ല രസമുള്ള സംഭവം തന്നെയാണ് സ്നോർക്കലിങ്. അതിലൂടെ തന്നെ നമുക്ക് കുറേ ഫിഷിനെയും കുറേ പവിഴപ്പുറ്റിനെയൊക്കെ കാണാൻ കഴിയും. അങ്ങനെ സ്നോർക്കലിംഗ് സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകാൻ നേരം ഞാൻ പറഞ്ഞു ഞാനൊന്ന് സ്കൂട്ടി ഓടിക്കട്ടെ, ഈ എൻ്റെ പിന്നിലിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്കൂട്ടി ഓടിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് സ്കൂട്ടി ഓടിക്കാനൊക്കെ അറിയാം. പക്ഷേ ഞാൻ നാട്ടിൽ സ്കൂട്ടി ഓടിക്കാറില്ല. കാരണം ഒറ്റയ്ക്കൊന്നും എവിടെയും പോകാറില്ല. കാരണം എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവനുണ്ടായതുകൊണ്ട് എനിക്ക് ആ ഒരു ധൈര്യത്തിൽ സ്കൂട്ടി ഓടിക്കാമെന്നുള്ളൊരു ഇതിലായി. പക്ഷേ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ലക്ഷദ്വീപിൽ ഓടിച്ചപ്പോൾ ഒരു തിരക്കുമില്ല, ഒന്നുമില്ല. നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് സ്കൂട്ടി ഓടിക്കാൻ പറ്റും. നല്ല ചുറ്റും നല്ല വ്യൂവും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ടൗൺ ആയപ്പോൾ ഞാൻ എല്ലാം മാറി ബാക്കിലിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് എല്ലാവരുടെ കയ്യിലും സൈക്കിളുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എല്ലാ കുട്ടികളും സൈക്കിളോട്ട് ഇങ്ങനെ സ്കൂൾക്ക് പോകണത് കാണാൻ. അപ്പോൾ നമ്മളെ കെയർ ടേക്കർ നബിദിനത്തിൻ്റെ അലങ്കാരപ്പണിയിലാണ്. അങ്ങനെ മൂപ്പരെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി സംസാരിച്ചു. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടു. നമ്മൾ റൂമിൻ്റെ അടുത്താണ് കേട്ടോ അവിടുത്തെ സ്കൂള്. ഇതാണ് അവിടുത്തെ സ്കൂള്. പിന്നെ നമ്മൾ റൂമിലെത്തി നേരെ കുളിച്ചു, ഉറക്കമൊക്കെ ഉറങ്ങി നീച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഉച്ചത്തെ ഭക്ഷണം ഫിഷ് ബിരിയാണിയാണ്.
ഫോർ സൈറ്റ് സീയിങ്. അങ്ങനെ ഞങ്ങൾ പടക്കുതിരയിൽ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. ആദ്യം ഞങ്ങൾ ബീച്ചിലോട്ടാണ് പോയത്. ഒരു 4:30 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം നല്ല വെയിൽ, ഉച്ച ടൈമിൽ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, നല്ല വെയിലാണ്. സോ നമ്മളൊരു 4:30 ആയിക്കണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. എന്നിട്ട് ഞങ്ങൾ കുറേ വീഡിയോസും കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ വീട്ടിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട്. കാരണം ഞങ്ങൾ ഹണിമൂണിലാണല്ലോ, അപ്പോൾ വീട്ടിലെല്ലാവർക്കും അയച്ചു കൊടുക്കണമല്ലോ ഫോട്ടോസ്. അങ്ങനെ ഞങ്ങൾ ആ ബീച്ചിൽ നിന്ന് മാറി വേറെ ബീച്ചിലേക്ക് പോകാൻ നേരമാണ് വഴിയിൽ ഇങ്ങനൊരു സംഭവം കാണുന്നത്. മീൻ വൃത്തിയാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ കടലിൽ നിന്ന് കിട്ടിയ മീൻ പോലും എടുത്തിട്ട്, ഇതൊക്കെ നല്ല വില കൂടിയ ഫിഷാണ് കേട്ടോ. നമ്മളെ നാട്ടിലൊന്നും ഞാനിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഒന്നും വൃത്തിയാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കരിക്കൊക്കെ കുടിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കരിക്ക്. ഞങ്ങൾ കരിക്ക് കുടിക്കാൻ ഇറങ്ങിയതാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാനാണ് പോയത്. വൈകുന്നേരം എനിക്കൊരു ചായ കിട്ടണം, ഇല്ലെങ്കിൽ എനിക്ക് എന്തോരം ഇഷ്ടമാണ്. സോ ഞങ്ങൾ അടുത്തുള്ളൊരു ചായക്കടയിൽ കയറി. ചായക്കടയാണെന്നുണ്ടെങ്കിൽ എന്നാ വ്യൂ ആയിരുന്നു, നേരെ ബീച്ച് വ്യൂ കിട്ടുന്ന ഒരു ചായക്കടയായിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല പാട്ടൊക്കെ വെച്ചിട്ടുള്ളത് സംഭവം. ഈ വീഡിയോക്ക് ഓന് എന്തൊക്കെയോ പറയണമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇടാൻ കഴിഞ്ഞില്ല. കാരണം കോപ്പിറൈറ്റ് കിട്ടും. കാരണം അവിടെ ഒരു പാട്ടൊക്കെ വെച്ച്, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനത് മ്യൂട്ട് ചെയ്തു. നല്ല ചായയും നല്ല കടികളും കിട്ടുന്ന ഒരു സ്പോട്ട്, നല്ല ബീച്ച് വ്യൂ ഉള്ള നല്ലൊരു സ്പോട്ട് തന്നെയായിരുന്നു. കടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ചായയും ഓനൊരു ഹോർലിക്സുമാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളതൊക്കെ കുടിച്ച് അതിനടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് നല്ലൊരു സൺസെറ്റും കണ്ട്. പിന്നെ ആ ചായക്കടയിൽ തന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പോയി ഞാൻ കുറച്ച് നേരം കിടന്ന്. പിന്നെ നമ്മൾ കുറച്ച് നേരം നടന്ന് ബീച്ച് കൂടി. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ദാ ഇന്നത്തെ ലക്ഷദ്വീപ് വീഡിയോ ഇത്രയാണ് ഉള്ളത്. ഇനി ബാക്കി വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോസ് ഗൈസ്. ബൈ.